പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വിഷമുണ്ടാക്കുന്നതാണ് ടി കെ ഗോവിന്ദന്റെ ഇപ്പോഴത്തെ നിലപാടെന്ന് തളിപ്പറമ്പിലെ LDF സ്ഥാനാർത്ഥി PK ശ്യാമള 24-നോട്. ടി കെ ഗോവിന്ദന് സംഭവിച്ചത് അപജയമാണ്. CPM-ൽ ഉൾപാർട്ടി ജനാധിപത്യമില്ലെന്ന ടി കെ ഗോവിന്ദന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും PK ശ്യാമള പറഞ്ഞു. നിയമസഭയിലെ വനിതാ പ്രാതിനിധ്യം ഇനിയും വർദ്ധിപ്പിക്കണമെന്നും കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി വേണമെന്നും PK ശ്യാമള മണ്ഡലം ചുറ്റും മഹിളകളിൽ പ്രതികരിച്ചു. അനുജ രാജേഷും സ്മിത ഹരിദാസും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമസ്കാരം. നമ്മളുള്ളത് തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പ് എന്ന് പറയുമ്പോൾ ഇത്തവണ നമ്മൾ പയ്യന്നൂരിൽ നിന്ന് വരുമ്പോൾ അതേപോലെ തന്നെ ഒരു സാഹചര്യം തളിപ്പറമ്പിലുമുണ്ട്. വിവാദങ്ങളുണ്ട്. നമുക്കൊപ്പമുള്ളത് PK ശ്യാമള ടീച്ചറാണ്. ഈ തളിപ്പറമ്പിൽ പ്രത്യേക പരിചയപ്പെടുത്തലിൻ്റെ ഒന്നും ആവശ്യമില്ല. ശ്യാമള ടീച്ചർ അത്രത്തോളം സുപരിചിതയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്നിപ്പോൾ 9 ദിവസം കൂടി ഉള്ളൂ, ഓടിയെത്താൻ പറ്റിയോ എല്ലായിടത്തേക്കും? ഞങ്ങളിപ്പോൾ തളിപ്പറമ്പിനകത്ത് 7 പഞ്ചായത്തുകളും 2 മുനിസിപ്പാലിറ്റികളും 9 തദ്ദേശഭരണ സ്ഥാപനങ്ങളുള്ളത്. ആ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ആദ്യം പൊതുവെ പര്യടനമില്ലാതെ കുറച്ച് ആളുകളെ കാണുന്ന രീതിയിൽ 9 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും പോയി. ആദ്യം 1-ാം ഘട്ടം പൊതുപരിപാടി എന്ന നിലയിൽ 9 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും പരിപാടിയുടെ ഭാഗമായിട്ട് പോയി കഴിഞ്ഞു. നാളെ മുതൽ 2-ാം ഘട്ട പര്യടന പരിപാടി ആരംഭിക്കുകയാണ്. കുറച്ച് വലിയ മണ്ഡലമാണ്, പക്ഷേ എല്ലാവരും ഓടിയെത്തുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഈ അടുത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങള്, ചർച്ചകള്, വിവാദങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഈ പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നു? ഒരു സ്വാധീനമില്ല. വോട്ടർമാർക്ക് അത് ചർച്ചയല്ല. അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. നാട്ടിന്റെ രാഷ്ട്രീയവും വികസനമാണ് അവർ ചർച്ച ചെയ്യുന്നത്. മറ്റല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ചർച്ച ചെയ്യുന്നില്ല. വോട്ടർമാരുടെ അതൊരു പ്രശ്നമല്ല. ഭൂരിപക്ഷത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം വരുമെന്നോ അത്തരത്തിലുള്ള ഭൂരിപക്ഷം കൂടുന്നുള്ള ഒരു ചർച്ചയാണ്. ഞാനിങ്ങനെ പോകുമ്പോൾ ആളുകളെ കാണുമ്പോൾ ആളുകൾ പറയുന്നത് കഴിഞ്ഞ ദിവസത്തിനെക്കാട്ടും ഭൂരിപക്ഷം കൂടും എന്നാണ് പറയുന്നത്. പക്ഷേ സ്ത്രീകളുടെ ഇടയിൽ ഭയങ്കര സന്തോഷമാണ്. ഇതിപ്പോൾ ഈ കഴിഞ്ഞ തവണ ഇപ്പോൾ അല്ലെങ്കിൽ ഈ അടുത്ത കാലം വരെ നിങ്ങൾ ഒരുമിച്ചിരുന്നവരാണ് അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനാണെങ്കിൽ ഒരുമിച്ചിരുന്ന് തന്ത്രങ്ങൾ മെനഞ്ഞ ആളുകളാണ്. രണ്ട് പക്ഷത്തിരുന്ന് എതിർപക്ഷത്തിരുന്നുകൊണ്ട് വ്യക്തിപരമായിട്ട് എപ്പോഴെങ്കിലും അതേക്കുറിച്ച് ആലോചിക്കുകയോ ഒരു വിഷമം തോന്നുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അല്ല, അതിൽ വ്യക്തിപരമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ടാണ് ഇത്ര കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പാർട്ടിക്കകത്തുണ്ടാകുന്ന ഇത്ര ഏത് അപജയങ്ങളും വ്യക്തിപരമായിട്ട് അതൊരു പാർട്ടിയോട് സ്നേഹമുള്ള ആളുകൾ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷെ അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസപ്പെട്ടിരിക്കുകയല്ല, അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിച്ച് സംഘടനാ കാര്യങ്ങൾ മെനഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്യുക. ടി കെ ഗോവിന്ദൻ മാഷ് പറയുന്നത് പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യമില്ല, അതിനെതിരായ പോരാട്ടമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തനിക്കൊപ്പം ഈ നേതൃത്വത്തിനോട് വിയോജിപ്പുള്ള എല്ലാ പാർട്ടി അണികളും തനിക്കൊപ്പം ഉണ്ടാകുന്നതാണ്. അതിനോടുള്ള ടീച്ചറിന്റെ പ്രതികരണം എങ്ങനെയാണ്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഗോവിന്ദൻ മാഷൊക്കെ എന്നെക്കാട്ടി പറയുന്ന ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപാർട്ടി ജനാധിപത്യം പാർട്ടിക്കുള്ളിലാണ്. പാർട്ടിക്കുള്ളിൽ നിന്നിട്ടാണ് ഉൾപാർട്ടി ജനാധിപത്യം. അതിനുവേണ്ടി പോരാടുകയും അതിൻ്റെ ഭാഗമായി അപജയങ്ങളുണ്ടെങ്കിൽ മാറ്റുകയും ചെയ്യേണ്ടത്. പാർട്ടിക്ക് പുറത്തു പോയാൽ എന്ത് ഉൾപാർട്ടി ജനാധിപത്യം? അതൊന്നും യാതൊരു അടിസ്ഥാനമില്ല. സ്ത്രീ സുരക്ഷ എന്നുള്ളൊരു വിഷയം ഞങ്ങൾ പല സ്ത്രീകളോടും സംസാരിക്കുമ്പോൾ അവരത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. പിന്നെ സ്ത്രീ ശാക്തീകരണം. അപ്പോൾ അതിൽ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് മുന്നോട്ട് വെക്കാനുള്ളത് വോട്ടേഴ്സിൻ്റെ അടുത്ത്? ഇനി ഞാൻ എൻ്റെ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കണക്റ്റിംഗ് തളിപ്പറമ്പ എന്ന രീതിയിൽ തൊഴിൽ കൊടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി 2000 ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അതിൽ നല്ലൊരു ഭാഗം സ്ത്രീകളാണ്. അപ്പോൾ പ്രധാനമായും ആ നിലയിലുള്ള സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നാടുകാണി, സഫാരി പാർക്ക്, അതുപോലെ തന്നെ വെള്ളിക്കീൽ, മുല്ലക്കൊടി ധാരാളം ടൂറിസം ഡെസ്റ്റിനേഷനുകൾ വരുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ ധാരാളം സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്ന കാര്യങ്ങൾ, അതാണ് പ്രധാനമായിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് ഇവിടെ നിന്ന് വിജയം ഉണ്ടാകുന്നതാണ് പ്രതീക്ഷ. അപ്പോൾ താങ്ക് യു ടീച്ചർ, എല്ലാ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.